കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹൗസ് ചർച്ചായിട്ട് ഭവനാന്തരീക്ഷത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. 5-ാം തീയതി 4-ാം മാസം 2026 ഏപ്രിൽ മാസം 26 എന്ന ഡേറ്റിലെ വിശുദ്ധ സഭയോഗമായി ഞങ്ങൾക്ക് ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാമെന്നുള്ള താല്പര്യത്തോടെ വിത്ത് വിതയ്ക്കുന്ന ഉപമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരുക്കപ്പെട്ട നിലത്ത് വീണ നല്ല വിത്ത് പോലെ ദൈവവചനമാകുന്ന ഈ അത്യുൽപാദന ശേഷിയുള്ള വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി, സ്വർഗരാജ്യത്തിന് കൊള്ളാകുന്നവരായി, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ആത്മീകമായി നമ്മൾ വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് പുതിയ നിയമസഭയുടെ പോസ്തലികമായ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിൽ ഓരോ വിശ്വാസികളുമായിരിക്കണം. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആൾക്കാരെ കൂട്ടി വരുത്തി കുറേ പാട്ട് പാടി, കുറേ ബഹളം വെച്ച്, കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും എന്ന് പറഞ്ഞ പോലെ, എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഒക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. വസ്തുനിഷ്ഠമായി രക്ഷാനുഭവം പ്രാപിച്ചൊരു വ്യക്തി അന്ത്യകാല രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു പദമുണ്ട്, രക്ഷാപൂർത്തി പ്രാപിക്കുവാൻ ഒരുങ്ങണം. രക്ഷാപൂർത്തി പ്രാപിക്കണം. അതല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വെള്ളത്തിൽ മുങ്ങിയെന്ന് പറയുന്നതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. സഭായങ്ങളിൽ പോകുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രയോജനവുമില്ല. ഇന്നത്തെ കൂടിവരവുകൾ മുഴുവൻ വെറും പ്രഹസനങ്ങളായി പോകുന്നു എന്ന് ഞാൻ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. സഭായോഗം യാന്ത്രികമായ നിലയിൽ ഇങ്ങനെ പോകുന്നു, വരുന്നു. കോട്ടയം മീറ്റിംഗ്, കൺവെൻഷൻ, ഉപവാസപ്രാർത്ഥന, ഇടമീറ്റിങ്ങുകൾ, കൂടിവരവുകൾ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ആത്മീയമായിട്ടൊന്നും ജനത്തിന് കിട്ടുന്നില്ല. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇപ്പോൾ ഇവിടെ വായിക്കും. 1 പത്രോസ് 2:1 ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കേട്ടോ, അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ രക്ഷയ്ക്കായി വളർന്നുകൊണ്ടിരിക്കണം. രക്ഷാപൂർത്തി പ്രാപിക്കുവാൻ, അന്ത്യകാല രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ഒന്നുകിൽ രൂപാന്തരമോ അല്ലെങ്കിൽ ഉയർപ്പോ കിട്ടത്തക്ക നിലയിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ രക്ഷാനുഭവം വളർച്ചാഘട്ടത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഇന്നെവിടെ അത് കാണാൻ കഴിയുന്നത്? ഏത് സഭകളിൽ അതുണ്ട്? അപ്പം നിങ്ങൾ പറയാതിരിക്കാം, ഉണ്ട്, ശരിയാണ്. വളരെ തുലവും ചെറിയ ശേഷിപ്പുകളിലേ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ബഹുഭൂരിപക്ഷവും എന്ത് ചെയ്യുക? ഉപദേശമൊന്നുമില്ലാതെ, പുതിയ നിയമസഭയുടെ ഉപദേശം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കൂട്ടങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാനൊരു പൊങ്ങം കൊരട്ടിക്കും അങ്കമാലിക്കും ഇടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ്, അത് നിങ്ങൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് കേട്ടതാണ്. അതിൽ നാം പുതിയ നിയമസഭയാണ്. ആ പുതിയ നിയമസഭയ്ക്ക് ലിഖിതമായ പ്രമാണമുണ്ട്, അവർക്കൊരു ലക്ഷ്യമുണ്ട് എന്നൊക്കെ അടുക്കടുക്കായിട്ട് ഞാൻ വചനമെടുത്ത് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഞാനതൊരു പ്രിൻ്റഡ് ഷീറ്റ് കൊടുത്താണ് പ്രസംഗിച്ചത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.
പുതിയ നിയമസഭ എന്താണെന്നും പുതിയ നിയമസഭയുടെ ഉപദേശം എന്താണെന്നും ഏതൊക്കെ നിലയിലായിരിക്കണമെന്നൊക്കെ വളരെ സവിസ്താരമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതൊന്നും ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണുന്നില്ല. പാരമ്പര്യമായിട്ട് നമ്മളൊക്കെ ചില അബദ്ധജടിലമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും വിശേഷമില്ല. യഥാർത്ഥ പത്യവചന വ്യവസ്ഥയിലേക്ക് സഭകൾ മടങ്ങി വരാത്തുള്ളത്തോളം കാലം സഭയ്ക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഓർത്തോണം. കർത്താവ് ചേർക്കാൻ വരുന്നത് ആരെയാ? ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരം എന്ന് ജയിക്കയില്ല. കർത്താവ് ചേർക്കാൻ വരുന്നത് തൻ്റെ സഭയാ, കർത്താവിൻ്റെ സഭയാ. കർത്താവിൻ്റെ സഭ ഏതാ? പ്രവൃത്തി 2 സഭയുടെ ആവിർഭാവം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. പ്രവൃത്തി 2 പുതിയ നിയമസഭയുടെ ആവിർഭാവം പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് ഒരു വലിയ കൂട്ടം ജനം മുമ്പോട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മുമ്പോട്ട് വന്നു. സൗരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. പത്രോസ് അവരോട് മനോഹരമായി ദൈവവചനം പ്രസംഗിക്കുന്നു. അത് കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മുമ്പോട്ട് വന്ന 3000 പേരാണ് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ആ ആദ്യത്തെ ഗ്രൂപ്പ് അതേ അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടെങ്കിലും എൻ്റെ മാന്യ കേൾവിക്കാർ കേട്ട് അതൊന്ന് മനഃപ്പാഠമാക്കാൻ വേണ്ടിയായി പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇനിയെങ്കിലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളത് പഠിച്ച് മനസ്സിലാക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സഭ എന്താണെന്നും ഉപദേശം എന്താണെന്നും ശുശ്രൂഷ എന്താണെന്നും ഒരു പിടിയുമില്ലാത്തൊരു വലിയ സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞു. ആത്മീയമായി ജീർണിച്ച് കിടക്കുന്ന ഒരു സമൂഹമായി ഇന്നത്തെ ക്രൈസ്തവ സഭകൾ തീർന്നുകൊണ്ടിരിക്കുക. അത് വളരെ വേദനാജനകമാണ്. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടും സമയമില്ലാഞ്ഞിട്ടും കൂടിവരവുകളല്ല നമ്മുടെ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ഗോളുണ്ട്. ഏത് കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഏത് കാര്യത്തിനും അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. ആ ഉദ്ദേശശുദ്ധി പ്രാപിക്കാൻ കഴിയാതെ നമ്മൾ പോകുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. സമയം കളയാന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ കാര്യഗൗരവത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ പുതിയ നിയമസഭയാണെങ്കിൽ ആ സഭയുടെ ലിഖിതമായ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ശക്തമായി പ്രബോധിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. ഒരു വലിയ ഇലക്ഷനെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ളതിനെക്കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ പറയാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായി. ഞാനതൊക്കെ ഒന്ന് നിങ്ങളുടെ വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു സത്യം, 10-ന്റെ 23-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യഹോവേ, മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നതിന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നത്. അതായത് മനുഷ്യന് ഭരിക്കാൻ കഴിയില്ലെന്ന് സാരം. മനുഷ്യനെ ഭരിച്ചാൽ ശരിയാകത്തില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടാവാം ദൈവം അവനെ ഭരിക്കണം. ആ അവസ്ഥയിലേക്ക് ആ വെളിപ്പാട് പുസ്തകം നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവം താൻ അവരോടുകൂടെ വസിക്കും. ആ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് തരുന്ന പഠനം. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. പുതിയാകാശം പുതിയ ഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷത്തിൽ ജീവിക്കുന്ന ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. ഏറെ താമസിയാതെ
ആ അവസ്ഥയിലേക്കൊക്കെ നമുക്ക് പോകുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിനോടനുബന്ധിച്ച് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 24 കാണാൻ കഴിയുന്ന വാക്യം ഉണ്ടാവും. ഹോശേയ 8:24. ഇതൊക്കെ വളരെ കുറിപ്പെട്ട വിഷയങ്ങളാണ്. ദൈവമക്കളെ ഇത് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കണം. ഹോശേയ 8:24 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ആ വാക്യം ഹോശേയ പ്രവചനം വാക്യം എഴുതിയതിൽ ക്ഷമിക്കണം, 8:24 അല്ല, 8:4. അതിങ്ങനെ കാണാൻ കഴിയുന്നത്: ഞാൻ മുഖാന്തരം അല്ലതാനും ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. ആ 4ന്റെ 1-ാമത്തെ പാർട്ട് നമുക്ക് വിടാം. 2-ാം ഭാഗം, ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. മനുഷ്യരെ നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ മനുഷ്യനെ ഭരിക്കാനായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ആരറിയുന്നില്ല? ദൈവം അറിയുന്നില്ല. യെരമ്യാവ് 10:23 നമ്മൾ വായിച്ചത് മനുഷ്യനെ ഭരിക്കാൻ കഴിയത്തില്ല. കാരണം അതിനുള്ള കഴിവ് മനുഷ്യനില്ല. ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കരവിരുതാണ്. മനുഷ്യൻ ഭരിച്ചാൽ എന്ത് ചെയ്യത്തില്ല? ശരിയാകത്തില്ല. 190 രാഷ്ട്രങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. 200 രാഷ്ട്രങ്ങൾ ഭൂമിയിലുണ്ട്, രാജ്യങ്ങളുണ്ട്. ഈ 200 രാജ്യങ്ങളിലും എവിടെയെങ്കിലും സുസ്ഥിരമായൊരു ഭരണ സംവിധാനം നടക്കുന്നുണ്ടോ? എങ്ങുമില്ല. കാരണം എല്ലായിടത്തും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഒരു ഭരണപക്ഷമുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷമുണ്ട്. ഒരു ഭരണപക്ഷമുണ്ടെങ്കിൽ 4 പ്രതിപക്ഷമുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഈ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും വന്ന് ഓരോ വാഗ്ദാനങ്ങൾ നൽകി അവരെന്ത് ചെയ്യുക? പോവുക. ഓരോരുത്തർ ഓരോ വാഗ്ദാനങ്ങൾ നൽകി അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊന്നും, ഈ നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും തന്നെ എന്തല്ല? യാഥാർത്ഥ്യമല്ല. പൊള്ളയായ കാര്യങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UDF പറഞ്ഞിരിക്കുന്നത്, നമ്മളെ വിഷയമല്ലെങ്കിലും ക്ഷമിക്കണേ, ഞങ്ങൾ ജയിച്ച സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ യാത്ര. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൊക്കെ അതുണ്ട്. ബാംഗ്ലൂരിലൊക്കെ സ്ത്രീകൾക്ക് ട്രെയിനിൽ ഫ്രീ ആണെന്നൊക്കെ പറയുന്നു, ബസ്സിൽ ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പെൻഷൻ 3000. ഇങ്ങനെ ഓരോ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഈ രാഷ്ട്രീയക്കാരെന്ത് ചെയ്യുന്നു? അവരുടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ അക്ഷാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളിത് കേട്ടിട്ട് എന്ത് ചെയ്യുക? ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെയും കളയുക.
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക വചനത്തിലൂടെ, ഇവിടെ ആര് ഭരിച്ചാലും എന്ത് ചെയ്യത്തില്ല, ഭരണം ശരിയാകത്തില്ല. പിന്നെ ആര് ഭരിക്കണം? സദൃശവാക്യം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സദൃശവാക്യം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. സദൃശവാക്യം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കേ, കിട്ടിയില്ലേ? 16-9. മനുഷ്യന്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു. 20-24 കൂടി ഒന്ന് വായിച്ചു. 20-24. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഒന്നുകൂടി വാക്യം വായിക്കാം. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? മനസ്സിലാക്കുക. മനുഷ്യന്റെ വഴി ദൈവത്താലാണ് നിയമിക്കപ്പെടുന്നത്. മനുഷ്യന്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. നമ്മളിപ്പോൾ ഓരോ രാജ്യങ്ങളൊക്കെ, ഓരോ രാഷ്ട്രങ്ങൾ, ഓരോ രാഷ്ട്രത്തലവന്മാർ ഭരിക്കുന്നുണ്ട്. ആ ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ മുഴുവൻ പരാജയമാണ്. നമുക്കറിയാം. ഇന്ത്യ ഭരിക്കുന്നു BJP, അവരെ താഴെ ഇറക്കാൻ കോൺഗ്രസ് പരിശ്രമിക്കുന്നു. കേരളം CPM ഭരിക്കുന്നു, അവരെ താഴെ ഇറക്കാൻ കോൺഗ്രസ് അക്ഷാന്ത പരിശ്രമം നടത്തുന്നു. രണ്ടു കൂട്ടരെയും തള്ളിക്കൊണ്ട് BJP കേരളം ഭരിക്കാൻ അവർ അക്ഷാന്ത പരിശ്രമം നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാനുഷിക ഭരണങ്ങളെല്ലാം അമ്പേ പരാജയമാണ്. സത്യവേദ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച വരുന്നുണ്ട്. ആ 1000 ആണ്ട് വാഴ്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കും എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ രാജാവ് കാണുന്ന ഒരു ദർശനം. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതിൻ്റെ 2-ന്റെ-31 വാക്യം. രാജാവ് കണ്ട ദർശനമോ വലിപ്പമേറിയൊരു ബിംബം, വലിയൊരു ബിംബം, വിശേഷമേറിയതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും, നെഞ്ചും കൈയും വെള്ളി കൊണ്ടും, വയറുമരയും താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം, അർത്ഥവും അടിയങ്ങൾ അറിയിക്കാം. ദാനിയേൽ അതിൻ്റെ അർത്ഥം അറിയിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്ന പോലെ
അവർ തമ്മിൽ ചേരുകയില്ല. അതാരെക്കുറിച്ച് പറയുക? ഇരുമ്പും കളിമണ്ണും അവസാനത്തെ ഡെമോക്രസി, ജനാധിപത്യ ഭരണത്തെയാണ് കാണിക്കുന്നത്. ഇരുമ്പും കളിമണ്ണും എന്നുള്ളത് ഇരുമ്പ് റോമാ സാമ്രാജ്യത്തെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് വന്നത് ജനാധിപത്യം, ഡെമോക്രസിയാണല്ലോ. ഈ 4 രൂപങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നത് നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും ഇരുമ്പും പാതി കളിമണ്ണും പാതി ഇരുമ്പുമായിരുന്നു. ഇത് 4 ഭരണ സംവിധാനങ്ങളെയാണ് കാണിക്കുന്നത്. ബാബിലോൺ, മേദ്യ, പെർഷ്യ, ഗ്രീസ്, റോം, 4 ഭരണ സംവിധാനങ്ങൾ ലോകത്തിൽ ആവിർഭവിച്ചു. ഈ 4 ഭരണ സംവിധാനങ്ങളും കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു. റോമൻ സാമ്രാജ്യം ഇനിയും എഴുന്നേറ്റ് വരുമെന്ന് വേദപുസ്തകത്തിലെ പ്രാവചനിക വിഷയമാണ്. അത് വന്നേ മതിയാകൂ. എന്നാൽ ഈ 4 ഭരണ സംവിധാനങ്ങളും കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല്. രാജാവ് കണ്ട വലിയ ബിംബത്തിൻ്റെ 4 പാർട്ടുകളാണ്, 4 സാമ്രാജ്യങ്ങളാണ്. അത് സ്വപ്നത്തിലൂടെ ഒരു വലിയ സബ്ജക്റ്റ് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുക. വെളിവ് കേട്ടവൻ സ്വപ്നവും മറന്നുപോയി, കാര്യങ്ങളെല്ലാം മറന്നുപോയി. പ്രാർത്ഥിച്ച ദാനിയേലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും അവരെല്ലാം കൂടി ചേർന്ന് ദാനിയേലാണ് അതിൻ്റെ സ്വപ്നവ്യാഖ്യാനം നടത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ ആവിർഭവിച്ച ശക്തമായ 4 ഭരണ സംവിധാനങ്ങളാണ്. അങ്ങനെയുള്ള ഭരണ സംവിധാനമൊന്നും ഇന്ന് ഭൂമിയിൽ ഒരിക്കലും നിലവിലില്ല. എന്നുള്ളതൊക്കെ വെറും ദുർബലമാണ്. എന്നാൽ ആ ശക്തമായ സാമ്രാജ്യ ഭരണ സംവിധാനങ്ങളെ പോലും കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല് ബിംബത്തിൽ അടിച്ചിട്ട് ഈ എല്ലാ ഭാഗവും തകർന്ന് തരിപ്പണമായി പൊടി പോലെ ആയിത്തീർന്നു. ആ ബിംബത്തെ അടിച്ച കല്ല് ഭൂമി മുഴുവൻ അതിൻ്റെ ധൂളി പൊടി കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ അർത്ഥം, ആ ബിംബത്തെ അടിച്ച കല്ല് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു ഈ ഭൂമിയിലെ സകല ഭരണ സംവിധാനങ്ങളെയും തകർത്തിട്ട് തൻ്റെ ഭരണം ഇവിടെ സ്ഥാപിക്കുന്നു. 1000 ആണ്ട് വാഴ്ച അതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ഭരണ സംവിധാനങ്ങളും തകർത്തതിന് ശേഷം ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കും എന്ന് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇതാർക്കും പഠിക്കാൻ നേരമില്ല, ഇതൊന്നും ആർക്കും അറിയാൻ വേണ്ട. ദാസന്മാരാണെന്ന് പോലെ പുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക ഓരോരുത്തർ. ഇപ്പം ഇവിടെ കേരളം ഭരിക്കാൻ നടക്കുക പെന്തക്കോസ്ത് ദാസന്മാർ, ബുദ്ധിജീവികളെന്ന് പറയുന്നവർ. പഞ്ചായത്ത് ഭരിക്കണം, കോർപ്പറേഷൻ ഭരിക്കണം, സംസ്ഥാനം ഭരിക്കണം, മന്ത്രിയാകണം, MLA ആകണം, ജനപ്രതിനിധികളാകണം. എന്നിട്ട് കൈയിട്ട് വാരണം. അല്ല വേറെന്താ? ഞാനതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നു. കൈയിട്ട് വാരാൻ വേണ്ടിയാണ്. സഭയിലിപ്പോൾ അധികം കൈയിട്ട് വാരൽ നടക്കത്തില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ ലോകം മുഴുവൻ ഉടനെ അറിയും. ഭരണത്തിലിരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ കൈയിട്ട് വാരാം. അവരങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ നടത്തുമ്പോൾ ഓരോ ജനപ്രതിനിധികളും അവരുടെ സ്വത്ത് വിവരണം വെളിപ്പെടുത്താനായിട്ട് നിയമമുണ്ട്. അപ്പോഴാണ് ഈ വിട്ടിലും പിടിച്ച് നടന്നവൻ്റെയൊക്കെ സ്വത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. 10 കോടി, 15 കോടി, 20 കോടി, കണക്കില്ല. കാക്കാശിന് പോക്കില്ലാതെ കിടന്നവനൊക്കെ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ എന്താ പറ്റി? കോടികളുടെ സമ്പാദ്യമായി. അവരും അവരുടെ മക്കളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി സുഖിച്ചിട്ട് ഇനിയും ഭരണം പോകാതിരിക്കാൻ എന്തെല്ലാം അക്രാന്തങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമക്കളെ. ഭരണം പോകാതിരിക്കാൻ കാണിക്കുന്ന അക്രാന്തം, ഭരണം കിട്ടാൻ കാണിക്കുന്ന അക്രാന്തം, ഇതെല്ലാം കണ്ട് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുക? ബൾജ് ചെയ്ത് വെളിയിലേക്ക് വരിക. ആ പരുവത്തിലായിരിക്കുക. ഞാനിതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എനിക്കറിയാം കാര്യങ്ങൾ ഇതെങ്ങനെയൊക്കെയാണ്. ഇവിടെ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും BJP ഭരിച്ചാലും ഒന്നും ഒരു ഗുണവും നടക്കത്തില്ല. പാർട്ടികളിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും തൊഴുത്തിക്കുത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആര് ഭരിച്ചാലും ശരിയാകത്തില്ല സഹോദരങ്ങളെ. സത്യവേദ പുസ്തകം അങ്ങനെ പറയുന്നു, ദൈവം നമ്മളെ ഭരിക്കണം. കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് ഭൂമിയെ ഭരിക്കും. അതിനുവേണ്ടി നമുക്ക് നോക്കിയിരിക്കാം.
രാഷ്ട്രീയത്തിലിറങ്ങി രാഷ്ട്രീയ ഭരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന പാസ്റ്റർമാർ അത് ചെയ്യട്ടെ. അവരങ്ങനെ പോട്ടെ. അവരൊന്നും തിരുത്താൻ നമുക്ക് പറ്റത്തില്ല. പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അവർ ഭരണം പിടിച്ചെടുക്കുന്നെങ്കിൽ പിടിക്കട്ടെ, അതിൻ്റെ നേട്ടം അവർ കൊയ്യട്ടെ. എന്നാൽ എനിക്ക് ആത്മീകരായിട്ടുള്ളവരോട് പറയാനുള്ളത്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കും. കർത്താവ് ഒന്ന് സഭയെ ചേർത്ത് 7 വർഷത്തെ മഹോദരകാലം ഈ ഭൂമിയിൽ നടക്കും. ഇപ്പോൾ സഭ സ്വർഗത്തിലായിരിക്കും. അത് കഴിഞ്ഞ് മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയെ ഭരിക്കാൻ പുതിയ നിയമ പഴയ നിയമ വിശുദ്ധന്മാർ ഒരുമിച്ച് ഈ ഭൂമിയിൽ വരും. അവർ ഈ ഭൂമിയെ ഭരിക്കും. അന്ന് രാജാക്കന്മാരെ പോലെ നമ്മൾ കർത്താവിനോടൊപ്പമായിരിക്കും. വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം നന്നായിട്ട് വായിച്ചു പഠിക്കുക. കോടതിയിലും കേസിലും വഴക്കിലും നടക്കുന്ന പെന്തക്കോസുകാർ ഇത് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഭൂമിയെ വിശുദ്ധന്മാർ ഭരിക്കും. ദൂതന്മാരെ നമ്മൾ ഭരിക്കുമെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യരെ ഭരിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ കിടന്ന് അക്രാന്തം കാണിക്കുന്നത്? അത് വചനത്തിൻ്റെ വ്യവസ്ഥയല്ലല്ലോ. നമ്മൾ ഭരിച്ചാൽ ശരിയാകത്തില്ലല്ലോ. യിരെമ്യാ പ്രവചനത്തിലെ വാക്യവും ഓശയിലെ വാക്യവും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചുള്ളൂ. അതൊക്കെ ദൈവം അവരെ ഭരിക്കണം. ദാനിയേൽ പ്രവചനത്തിലെ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ദാനിയേൽ 2:21 വാക്യം, കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. ദൈവം രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ഭൂമി ഉള്ളിടത്തോളം, മനുഷ്യനുള്ളിടത്തോളം കാലം ആര് ഭരിച്ചാലും അത് ദൈവമാണ് ഭരിക്കാൻ അവസരം കൊടുക്കുന്നതെന്നാണ് ഈ വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, ദാനിയേൽ 4:25. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടിയാകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ല് തീറ്റിക്കും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയും വരെ 7 കാലം കഴിയും. ഇവിടെ നെബൂഖദ്നേസർ രാജാവിൻ്റെ ചരിത്രം ഇവിടെ പറഞ്ഞത് നമുക്കറിയാം. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അഹങ്കാരം മൂത്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ ഭരണ സംവിധാനത്തെ എടുത്തു മാറ്റിയിട്ട് ആളെപ്പോലെ പുല്ല് തീറ്റിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഇവിടെ കിടന്ന് ഈ രാജ്യവും ഈ സംസ്ഥാനങ്ങളും നമ്മുടെ ഈ ലോകം ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പുല്ല് തീറ്റുകയല്ല ചെയ്യുന്നത്, നരകാഗ്നിയിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരുമെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജാവ് പുല്ല് തിന്നേ ഉള്ളൂ, ഇവിടെ നരകത്തിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് വരിക. 4:23 വായിച്ച് ഇനി എൻ്റെ 32, 33 കൂടി ഞാൻ വായിക്കുന്നു. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിന് തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നവരെ നിനക്ക് 7 കാലം കഴിയും. സ്തോത്രം. അപ്പോൾ അത്യുന്നതനായവൻ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു. ഏത് പാർട്ടി ഭരിച്ചാലും ആ ഭരണത്തിൻ്റെ മേൽ ഒരു ദൈവിക കരമുണ്ട്, ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആര് ഭരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എനിക്കറിയാം BJP ഇവിടെ വരാതിരിക്കാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച പാസ്റ്റർമാരും വിശ്വാസികളുമുണ്ട് നമ്മുടെ കേരളക്കരയിൽ. ലോകത്തെമ്പാടുമൊക്കെ കാണുമായിരിക്കാം. എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. അവരുടെ പേരും പ്രസ്ഥാനമൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇവിടെ ആര് ഭരിച്ചോട്ടെ, നമുക്കത് വിഷയമല്ല. കർത്താവ് ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ ആ ഭരണസീമയ്ക്കുള്ളിൽ നാം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകം ഭരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കാനായിട്ട്, നമ്മുടെ പഞ്ചായത്തും നമ്മുടെ കോർപ്പറേഷനും ഒക്കെ ഭരിക്കാനായിട്ട് പാസ്റ്റർമാർ കിടന്ന് അക്രാന്തം കാണിക്കുന്നവർ കാണിക്കട്ടെ, അവർ ഭരിക്കട്ടെ, അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യട്ടെ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട്, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
നമുക്ക് കർത്താവിനോടൊപ്പം 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകത്തെ ഭരിക്കുന്നവരായി, ദൂതന്മാരെ ഭരിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസ് അതാ പഠിപ്പിക്കുന്നത്. നാം ഈ ലോകത്തെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കുമെന്നറിയുന്നില്ലയോ? ഈ കോടതിയിലും കേസിലും വഴക്കിലും പോകുന്നവരോട് പൗലോസ് പറയുകയാണ്, അങ്ങനെ ലോകത്തെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ചെറിയ പ്രശ്നങ്ങളെ ഒരു വിധി കൽപ്പിച്ച് തീർപ്പിലെത്താൻ നിങ്ങൾക്ക് കഴിയില്ലോ എന്ന് പൗലോസ് ചോദിക്കുക. ഈ നാണം കെട്ട ചോദ്യം ഞാനും ഇന്നത്തെ ആത്മീയരോട് ചോദിക്കുക. ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നവരെ, 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം നിങ്ങൾക്ക് ഭരണം വേണ്ടേ? ദൂതന്മാരെ നമുക്ക് ഭരിക്കണ്ടേ? ഈ ലോകത്തെ നമുക്ക് ഭരിക്കണ്ടേ? ഇവിടെ കിടന്ന് ഈ അക്രാന്തം കാണിച്ച് അവസാനം കൈവിടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ നമ്മളായിപ്പോകരുതേ എന്നൊരു വലിയ അപേക്ഷ എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം. സ്തോത്രം. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു അധ്യായമാണ് ഗലാത്യ ലേഖനം. എല്ലാം അങ്ങനെ തന്നെ 1 മുതൽ 6 വരെയുള്ള അധ്യായവും വളരെ വിലപിടിപ്പുള്ളത് തന്നെയാണ്. എങ്കിലും 5-ാമത്തെ അധ്യായം ആത്മഫലങ്ങളെക്കുറിച്ചും ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ഒക്കെ വളരെ സവിസ്താരമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഞാനത് ധ്യാനിച്ചപ്പോൾ ഇതേ വിഷയം ഇന്ന് ശുശ്രൂഷിക്കണമെന്ന് കർത്താവിൽ സ്തോത്രം ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നു. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം ഇവിടെ വായിക്കും. വായിച്ചാട്ടെ. ഉറപ്പിച്ച് നിൽപ്പീൻ, കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ആ ആ ആ ആ ആ മതി. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വായിച്ചു കേട്ടത്. ആ മുഴുവൻ അധ്യായം ഒന്ന് ഓടിച്ച് ധ്യാനിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഗലാത്യ ലേഖനത്തിൻ്റെ ആകത്തുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നത്. വളരെ അർത്ഥസമ്പുഷ്ടമായൊരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ കിടന്ന് ഞെളിവിളി കൊള്ളുന്ന പുതിയ നിയമസഭയെ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ എന്നുള്ള ആ വചനപ്രകാരം ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് പൗലോസ് നടത്തുവാൻ വേണ്ടി അക്ഷാന്തം പരിശ്രമിച്ച് ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. അത് വായിക്കാത്തവർ, പഠിക്കാത്തവർ അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കും, യാതൊരു സംശയവുമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.